എന്റെ പേര് ആലീസ് എന്നാ കേട്ടോ. കല്ലാറുകുട്ടി, ഇടുക്കി ജില്ല. ഇപ്പൊ ഈ സമയമാണോന്നറിയില്ല, എങ്കിലും വിളിക്കുക. നമ്മുടെ ആ കൊച്ചിനെ പിന്നെയും കുടുക്കി. ഇനി എന്നാ ചെയ്യുന്നു സാർ? ഓ, കേക്കച്ചനും സംഘവുമാണ് ചെയ്തേക്കുന്നത്. കേക്കച്ചൻ അവനെ ഇനി ഈ കോൺഗ്രസിൽ ഇരുത്തരുത്. പക്ഷെ അതിന് പറ്റിയവരാരും ഇല്ല. എല്ലാവരും ഒരു സൈസ് ആൾക്കാരെ ഇപ്പൊ എന്ത് ചെയ്യുന്ന അവന്റെ തള്ളയുടെ ഒരു വേദന. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാനും ഇത്രയും പ്രായമുള്ള ഒരു അമ്മയാ. എനിക്ക് രണ്ടാമക്കള് കൊച്ചുമക്കളാണ്, 3 ആൺപിള്ളേരൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമം. എന്താ ചെയ്യാ? ഒത്തിരി പ്രാർത്ഥിച്ച ആ കൊച്ചു തിരിച്ചു കയറി വന്നപ്പോ സന്തോഷത്തോടെ ഇരുന്ന. ഇപ്പൊ വീണ്ടും പോയില്ലേ. അവനെല്ലാം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഇത് കള്ളക്കേസാണെന്ന് കോടതി തെളിയും. അല്ല, അവനെ ജീവ പര്യന്തമൊക്കെ ഇവര് ചുമത്തി വിട്ടേക്കണമെന്ന് കേട്ടു. അതങ്ങനെ എന്ത് വകുപ്പും ഇടാവല്ലോ. കോടതി ഇതാകണ്ടേ. ആകണം. എന്റെ സാറേ, നിങ്ങളെങ്കിലുമൊക്കെ അവൻ സപ്പോർട്ട്. ദൈവമേ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുമുണ്ട്. ആ രാഹുൽ ഈശ്വറും സാറും ഒക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവനൊന്ന് നേരെ നിന്ന് തിരിച്ചു വന്നാ മതിയായിരുന്നു. ഈ കോൺഗ്രസും കേക്കച്ചനും ഒക്കെ രക്ഷപ്പെടും ഇത്തവണ. കേക്കച്ചനൊന്നും രക്ഷപ്പെടുകയല്ല. കോൺഗ്രസും ഈ രീതിക്കാണെ പൊക്കോളും. ഈ രീതിക്കാണെ കോൺഗ്രസും പൊക്കോളും. പിണറായിയെ ചുവന്നോണ്ട് നടക്കട്ടെ. പിണറായിയുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഓരോ അനുഭവം ഇപ്പൊ പുറത്തില്ലല്ലോ. ഒരു സംഭവം പുറത്തില്ല. അവര് ചെയ്യുന്നതൊന്നും പുറത്തില്ല. അതാണ് ഇത്. അവരുടെ കഴിവാണിത്. അത് പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. കേക്കച്ചൻ തന്നെയല്ല ഇപ്പൊ എല്ലാരും ഒരുപോലെ ഒപ്പം വന്നു. പിന്നെ ആ സുധാകരൻ സാർ മാത്രമാണ് ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നത്. ബാക്കി ഇപ്പൊ എല്ലാരും ആ ഒപ്പത്തിന് നിൽക്കുമല്ലേ. ഈ കൊച്ചി രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് വേറെ ഒരിടത്തും പോയി ജീവിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ ഇനി നിന്ന് വെറുതെ ഈ ഭാവികളാണ്. രാഷ്ട്രീയം നമ്മളൊക്കെ വിശ്വസിച്ച പാർട്ടി അല്ല ഇതൊന്നും എനിക്ക് തോന്നുന്നു. ഞാൻ കായംകുളത്ത് നിന്ന് സുരേഷാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് മാറി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാം കോൺഗ്രസിന് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം രാഹുലിന്റെ അഭാവത്തിൽ അതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് പാലക്കാട്ട് ജനങ്ങളെ ഒന്ന് ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്താൽ നല്ലതായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു ഐക്യദാർഢ്യം പോലെ പാലക്കാട് മാത്രം. എന്റെ ഒരു അഭിപ്രായം ഞാൻ സാറിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സാറിന് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അല്ല, പാലക്കാട് എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്ത് അവിടെ ഒരു നല്ല ഓളം ഉണ്ടാക്കി പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പിടിച്ചെടുക്കും എന്നുള്ള ഒരു നിലയിൽ വന്നതാണ്. അപ്പൊ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അപ്പൊ അത് ഈ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനൊരു കുഴപ്പം വരുമെന്നുള്ള ഒരു തോന്നല് അയാൾ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അയാൾ ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു ഐക്യദാർഢ്യം എന്ന പോലെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഇത്. കേരളത്തിൽ എങ്ങും ജയിച്ചില്ലെങ്കിലും പാലക്കാട്ട് കോൺഗ്രസ്സുകാർ ജയിക്കണം. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിജയമായിരിക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ അറിയിക്കാം. മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കയറി ആക്രമിക്കുന്ന ശരിയല്ല. ശബരിമല കൊള്ള തടയാൻ ഇങ്ങനല്ല ചെയ്യേണ്ടത്. അവസാനത്തെ അടിയുണ്ടല്ലോ, പിണറായിയുടെ നെഞ്ചത്ത് വന്ന് വീഴും. അയ്യപ്പൻ വിടില്ല, ഇതുറപ്പ്. പക്ഷെ ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നമ്മുടെ കേക്കച്ചനല്ലേ? കേക്കച്ചൻ ആസൂത്രണം ചെയ്തെങ്കിൽ പിണറായിയുടെ അടുത്തേക്ക് കേസ് പോകാന്ന് പറയുമ്പോ അവസാനത്തെ ആണി അടിക്കേണ്ടി പിണറായിയുടെ മണ്ടയ്ക്ക് തന്നെ ശബരിമല കേസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കടകംപള്ളി വന്ന സ്ഥിതിക്ക് അവസാനത്തെ ആയുധം ഇവന്റെ മുന്നിൽ എത്തും. അപ്പൊ ഇവൻ ഇറക്കിയ ഒരു കഥയായുധെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ആ കൊച്ചൻ ഇങ്ങനെ എഴുതിട്ട് ഇത്രയും നാളായിട്ടില്ലാത്ത ഒരു കേസ് ഉടനെ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എനിക്കൊക്കെ. സത്യം പറയാൻ ഇങ്ങനെ മനുഷ്യരെ വേട്ടയാടാൻ പാടില്ല. വലിയ ക്രൂരതയാണെന്ന് ആലോചിച്ചേ. രാഷ്ട്രീയം ഇങ്ങനെ കളിക്കുന്നത്. മര്യാദയ്ക്ക് രാഷ്ട്രീയത്തിൽ പോയിക്കൂടെ? മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടും ഇല്ലാത്ത കഥ പറഞ്ഞു വെക്കാൻ ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ കാരണം ശബരിമല പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ ചെയ്യുന്നു. വലിയ തെറ്റാണിത്. പക്ഷെ അയ്യപ്പൻ വെറുതെ വിടത്തില്ല. ഞാൻ ഇന്നും അന്ന് വിശ്വസിക്കുന്ന അയ്യപ്പനെ നിലനിർത്തിയാൻ പറയുന്നു. അയ്യപ്പൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. ചെയ്തവനെ ഒക്കെ വെള്ളം കുടിപ്പിച്ചിരിക്കും. വെള്ളം കുടിക്കാതെ ആരും കര കയറിയിട്ടില്ലല്ലോ. അത് നടക്കും.
അവനൊക്കെ കാണിക്കുന്ന ഇത്രയും അന്യായം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നത് ഞാൻ ഓർക്കുക. ഈശ്വരന്മാരെ പോലും പേടിയില്ല. കേരളത്തിൽ വന്നിന്ന് ഭയവും ഇല്ല, പേടിയില്ല. എന്താ പറയുന്നത്, ഏതാ പറയുന്നത്, ഒന്നുമില്ല തുടങ്ങുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ. കേക്കച്ചനും ഭയങ്കര ആസ്പത്രി. അതുപോലെ രമേശ് ചെന്നിത്തല പറയുന്ന കേട്ടോ അതിനേക്കാട്ടി. അല്ല, ഇന്ന് ആ വ്യഭിചാരത്തിന് ആളുകൾ നൂൽ ബന്ധമില്ലാതെ പിടിച്ച് അടി കൊടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് കേട്ടോ ഇന്ന്. അത് കേട്ടു രാവിലെ വാർത്ത അപ്പത്തെ കാണുന്നുണ്ട്. ഇതൊക്കെ പറയാൻ ഇങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ എന്നുള്ളതാണ്. മനുഷ്യരല്ലേ നമ്മളൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിക്കാം. ഇങ്ങനെ ഇവനെ പിടിച്ചിട്ട് ഇവനെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ഇവനെ എന്തെങ്കിലും ചെയ്യണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. കാരണം രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുള്ള ഒരു പയ്യനായതുകൊണ്ടാണ് ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം പലരും നിയമത്തിന്റെ മുന്നിൽ വരേണ്ടി വരും, പല കേസുകളും തെളിയും ഇവൻ വന്ന. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ പറയുന്നുള്ളൂ, പലതും കുരുങ്ങിക്കിടക്കുന്ന കേസുകളും. അതുപോലെ മുഖത്തോട് മുഖത്തോടി വർത്താനം പറയാൻ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഇനി ഒരാളുള്ളൂ. അതിന് യാതൊരു സംശയവും ഇല്ല. അല്ല, ഇവന്മാരെ പോലൊരു മണ്ടന്മാര്, അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഒരു അവസരം ഉണ്ടാക്കിയത് ഇവന്മാരല്ലേ, ഈ കോൺഗ്രസ്സുകാരന്മാര് തന്നെയല്ലേ? അതെ. അവന്മാര് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റി കൊടുത്ത പോലെ ഇവന്മാര് പറഞ്ഞു കേട്ടില്ല, ഞങ്ങള് ഇവനെ പുറത്താക്കി, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു, നിങ്ങൾ ബാക്കി നടപടി എടുത്താൽ ബാക്കിയും കൂടെ ഞങ്ങൾ തീർത്തോളാമെന്ന് ഈ കെ മുരളീധരൻ എന്ന് പറയുന്നവൻ ഇതുപോലെ ഒരു ആഭാസം ഇല്ലെന്ന് ഇവന്റെ കോൺഗ്രസ് നേതാക്കന്മാര് തന്നെ പറയുന്നവൻ തന്നെ നിന്ന് പറഞ്ഞ് ഒന്ന് ഓർത്തു നോക്കി. നേതാക്കന്മാര് തന്നെ ഇത് പറയുന്നു എന്നുള്ളതാ ഭയങ്കരം. അതാ പറഞ്ഞത്, എല്ലാം കൈക്കൂലിയാണോ ഒറ്റാണോ ഒന്നും അറിയത്തില്ലല്ലോ എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അച്ചുമാമൻ കസേരയിലിരുന്നപ്പോഴേ പിണറായി വിജയൻ കാരണം തന്നെ അച്ചുമാമനെ വിളിപ്പോയത്. അത്ര നല്ല മനുഷ്യൻ, രാഷ്ട്രീയം പറയാലോ, അത്രയൊരു നല്ല മനുഷ്യനായിരുന്നു അയാള്. ഉമ്മൻചാണ്ടിയാണേലും എത്ര നല്ലൊരു മനുഷ്യരായിരുന്നു. എല്ലാം ഉമ്മൻചാണ്ടി ഓപ്പണാക്കി വെച്ചതൊക്കെ ഇവര് പോയി ലാസ്റ്റ് പണി തീരാറാകുമ്പോൾ പോയിട്ടോ ഇതെല്ലാം ഞങ്ങളുടെ സർക്കാരിന്റെയാ, തീർന്നില്ല പണി, എല്ലാം ഞങ്ങളാണ് വികസിപ്പിച്ചത്, ഇങ്ങനല്ലേ പറയുന്നത്. ഒറ്റബുദ്ധി വേണ്ടേ മനുഷ്യരായ? ഇത്രയും കുറഞ്ഞു പോകരുത്. എന്താണെങ്കിലും ഇത് ഭയങ്കരം തന്നെ. ഇത് ഞാൻ പറയുന്നത് ഇത് കള്ളക്കേസാകാനാ സാധ്യത. യാതൊരു കാരണവശാലും ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ സമയത്ത് ഇവരിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്യുന്ന പണി. കോൺഗ്രസിനെ വെട്ടിലാക്കണം. ഇപ്പൊ അവരുടെ പണി അതേ ഉള്ളൂ. ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ പിണറായിയുടെ ക്രൈസിസ് മാനേജരാന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? കാരണം അവര് പ്രതിസന്ധിയിലാക്കിയപ്പോ രക്ഷപ്പെടാനുള്ള മാർഗം ഇത്തവണയും വിട്ടുകൊടുത്തത് കണ്ടോ? അന്ന് സരിതയെ കൊടുത്ത് സഹായിച്ചു, ഇന്ന് ഇവരെ കൊടുത്ത് അവൻ സഹായിക്കുകയല്ലായിരുന്നോ? അതെ, അതേ തന്നെ ചെയ്തിരിക്കുക. ഇപ്പൊ അത് തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ എന്തോ പറഞ്ഞാട്ടെ, ഇപ്പോഴത്തെ ആളുകൾ മോശമായതുകൊണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ പ്രതികരിക്കാതെ നടക്കണം. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ അയ്യപ്പനെ തന്നെ ഞാൻ വിളിച്ചു പോവാ 100 വട്ടം. അയ്യപ്പൻ തന്നെ കാക്കട്ടെന്ന് ഞാനിപ്പം പറയുന്നത്. അയ്യപ്പന്റെ അടുത്ത് പെണ്ണുങ്ങളെ കയറ്റി എല്ലാം ചെയ്തു. പെണ്ണുങ്ങളെ അവിടെ ശബരിമല കയറ്റാൻ പറ്റാത്തടത്ത് വരെയും അയ്യപ്പന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഈ ലോകം മൊത്തം നാശമായി. അല്ലെങ്കിൽ ഒന്ന് പറയട്ടെ, കലിയുഗ വരദനാണ്. ഞാൻ പത്തനംതിട്ടക്കാരി ആയതുകൊണ്ട് പറയാം, ഞാൻ തമിഴ്നാട്ടിലാണെങ്കിലും പറയാണ്, കലിയുഗ വരദനാണ് അദ്ദേഹം. രാജ്യം മൊത്തം ഇന്ന് പ്രശ്നം തന്നെ, അല്ലൊന്നും പറയാൻ പറ്റുമോ? അപ്പൊ കലി ബാധിച്ചിരിക്കുക. ഇനിയിപ്പോ ഇവനെല്ലാം കലി ബാധിച്ച അടങ്ങും. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂട്ടുള്ള പെണ്ണിനെ കണ്ടിട്ട് തുണിയില്ലാതെ ഓടിയവന്മാരൊക്കെ അല്ലയോ ഇപ്പൊ ഈ കൊച്ചിന് വേണ്ടി ഇത് പറയുന്നത്. കണ്ടിട്ട് ചാനലുകളൊന്നും വെക്കാൻ തോന്നുന്നില്ല. ഇത് എന്തോ ഒരു ലോകമായത്. കേക്കച്ചൻ കയറി പണിയെല്ലാം ഒപ്പിച്ചിട്ട് അടുക്കള കയറി ഇരിപ്പുണ്ട്. എന്ത് തോന്നുന്നു? എന്നിട്ട് ഇന്ന് കുറെ കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന് ഓടി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആദ്യം പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നോക്കും, പിന്നെ നിങ്ങൾ ഇതൊക്കെ ഇവിടെ വാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. ഭയങ്കര ദേഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ രാത്രി ഒരുപോലെ കണ്ണൊന്നും അടച്ചില്ല ഈ കൊച്ചന്റെ ഈ കാര്യങ്ങൾ കണ്ട് എന്തോ പറയാനാന്ന് പറ. എന്നാ ശരി, എന്റെ പേരൊന്നും വെളിപ്പെടുത്തണ്ട. എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞോണ്ട് വിളിച്ചത്. എന്റെ പേര് സുബേർ, ഞാനിവിടെ പാണായിക്കുളന്ന് വിളിക്കണേ. ഞാനിപ്പോ നിങ്ങളുടെ വാർത്ത കേട്ട് ഇപ്പൊ മറ്റേ രാഹുലിന്റെ അഡ്വക്കേറ്റായിട്ട് സംസാരിക്കുന്ന അതിൽ പറയുന്നത് മറ്റേ ശബരിമല കൊള്ള മറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ശബരിമല കൊള്ള മറക്കാൻ. ഈ ശബരിമല കൊള്ള ഉണ്ടായത് ഈ അടുത്തതാണ്. അതിക്ക് മുന്നേ ഈ രാഹുലിന്റെ മാങ്കൂട്ടത്തിന്റെ കേസ് അവിടെ നിൽക്കണല്ലേ.
ഇതിന്റെ ഒരു തന്ത്രമാണെന്ന് പറയുന്നത് തെറ്റായ നടപടിയല്ലേ ഇത്? തുടക്കത്തിലെ തന്നെ അതല്ല. i2 ന്യൂസ് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞു. പിണറായി വിജയനും ഇവനും തമ്മിൽ കടുത്ത അന്തർധാരയുണ്ട്. പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നവനിവനാണ്. ഇവൻ ആ ജട്ടി വിപ്ലവത്തിന്റെ നായകനാണ്. അതിനുവേണ്ടിയാണ് ഇപ്രകാരം ഒരു സാധനം കൊണ്ടുവന്നെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനെ ശരിവെക്കുന്നതാണിത്. അതിപ്പോ വക്കീലിന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്? അന്നേരം അതിനെ ശരിവെക്കുന്ന രീതിയിൽ ഇത് കണ്ടോ. ഇപ്പം വി.ഡി. സതീശന്റെ ആവശ്യമാണ് സ്വർണ്ണക്കൊള്ളയെന്ന് ശ്രദ്ധ തിരിച്ച് പിണറായി വിജയനെ രക്ഷിക്കുക എന്നുള്ളത് വി.ഡി. സതീശന്റെ ചുമതലയാ. വി.ഡി. സതീശനാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം എപ്പോഴൊക്കെയാണോ LDFന് പ്രതിസന്ധി വന്നേക്കുന്നത് അപ്പോഴെല്ലാം രക്ഷയ്ക്കെത്തിയേക്കുന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനാണ്. അതുകൊണ്ടാണ് ഈ സത്യം പറയാത്ത നമ്മുടെ വെള്ളാപ്പള്ളി പോലും സത്യം പറഞ്ഞത്. പിണറായിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ നെട്ടൂരിലെ ഈ മണി ചെയിൻ തട്ടിപ്പുകാരനാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൊണ്ടാ. വെള്ളാപ്പള്ളി മറ്റേ പറഞ്ഞ് മറ്റേ പിണറായിയുടെ ഐശ്വര്യം മറ്റേ സതീശനാണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേ പറയുന്നത് കണ്ട ഇവൻ അന്ന് ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇടിച്ച് അവന്റെ കൂമ്പ് കലക്കി അവനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങള് TV കൂടെ വന്നോണ്ടിരുന്നപ്പോ ഇവൻ പിണറായിയുടെ ഇല നക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ കേരളത്തില് വലിയ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാക്കുന്നു പറഞ്ഞു. എവിടെ പോയി ഇവൻ? അനങ്ങിയോ? ആ ഇടികൊണ്ട പിള്ളേര് ആ ഇടിച്ച പോലീസുകാരന്മാർ ഇപ്പൊ ഇരിക്കുക. ഇവൻ എന്തുണ്ടാക്കി? രാഹുൽ വന്നില്ലെങ്കിൽ ഇവൻ നിയമസഭയിൽ അങ്ങ് ഓലത്തോന്ന് പറഞ്ഞു. എന്തായി? നാണം കെട്ട 3 MLA-മാരുടെ സസ്പെൻഷൻ മേടിച്ചോണ്ട് വന്നു. എന്റെ നിയമസഭയിൽ ഇവൻ മാപ്പ് പറഞ്ഞു, കള്ളം പറഞ്ഞേന്. അന്നേരം ഇവനെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പിണറായിയുടെ ഐശ്വര്യം. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇവനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം അവനെ അവരുടെ വോട്ട് മറിച്ച് ഇവനെ കഴിഞ്ഞ 25 വർഷമായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഇതുപോലുള്ള സഹായത്തിന് വേണ്ടി. ഇവൻ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് പിണറായിയുടെ സകല കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിച്ച് അതിന്റെ കമ്മീഷൻ അടിച്ച് പമ്മിയിരിക്കുന്ന കള്ളനാണിവൻ. ഞങ്ങളാ പറഞ്ഞതെല്ലാം സത്യമായില്ലേ? ഇപ്പൊ കണ്ടോ, പിണറായിക്ക് ഏറ്റവും വലിയൊരു ക്രൈസിസ് വന്നപ്പം ഇടതുപക്ഷത്തിന് വലിയൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഈ വിഷയം ഇപ്പൊ വിട്ട് കൊടുത്തിട്ട് കള്ളനെ പോലെ മിണ്ടാതെ പമ്മി നിൽക്കുകയാണവൻ. എന്നിട്ട് ഇവനെ ജനങ്ങൾ വലിച്ചു കീറുമെന്ന് മനസ്സിലായപ്പോ ആ പഴയ കിങ്ങിണിക്കുട്ടൻ ആ മുരളീധരനെ എടുത്ത് ഫ്രണ്ടിൽ നിർത്തി, എടാ നീ പറഞ്ഞു ആളാകാം, മാധ്യമ ശ്രദ്ധ നേടാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിങ്ങിണിക്കുട്ടൻ ആ പഴഞ്ഞുങ്ങിയ ഞരമ്പ് രോഗിയാണെന്നുള്ള സത്യം മറന്ന് ഈ രാഹുലിന്റെ പ്രായത്തിൽ ഇവൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ ഇപ്പോഴും ആ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞത് കടന്ന് കറങ്ങുന്നുണ്ട്. അവൻ നിന്ന് വാരി ഓടിച്ചു. കിങ്ങിണിക്കുട്ടന്റെ മറ്റേ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴും കിടക്കാനല്ല. ഇവനാണ് രാഹുലിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ. ഞാൻ പറഞ്ഞത് ഇപ്പൊ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ട് പരാതി കൊടുത്തേക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പരാതി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ തങ്ങളുടെ പാർട്ടിയിലുള്ള ഒരു നേതാവിനെതിരെ ഒരു പരാതി വരുമ്പോഴത്തേക്കും സാധാരണ എന്താ ചെയ്യണ്ടേ? പ്രാഥമികമായിട്ട് അന്വേഷിക്കണം. ഇന്നലെ ഞങ്ങളെപ്പോലുള്ളവർ ഈ വിവരം പുറത്തുവിട്ടപ്പോഴല്ലേ നാട്ടുകാരറിഞ്ഞത് ഇവള് വിവാഹിതയാണെന്നുള്ള വിവരം മറച്ചു വെച്ച് ഇവനെ ചതിച്ചതാണ്. എന്നിട്ട് അവനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അവന്റെ തലയിൽ അവനെ ഞാൻ സുഹൃത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ ഒരു പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു മറ്റേ എന്റെ പെങ്ങൾക്ക് സംഭവിച്ചേക്കുന്ന ഒരു രാഷ്ട്രീയ പിടിപാടുള്ള ആളാണെങ്കിൽ ഞാൻ ആ സ്റ്റേഷനിൽ എന്റെ സ്റ്റേഷനിലോ എവിടെയെങ്കിലും കൊടുത്തിട്ട് എല്ലാം അതിന് ആ പരാതിക്ക് വല്ലതും ഇത് കിട്ടുമോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ ഉദ്ദേശം. മുഖ്യമന്ത്രിക്ക് അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന നാട്ടിലുള്ള സ്ത്രീപീഡനങ്ങളെല്ലാം ഇയാളുടെ ഓഫീസ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി ഒരു പദവി. നാളെ ഇറങ്ങി പോകേണ്ട ഒരുത്തിന് അയാൾക്ക് അത്തരത്തിലുള്ള ഒരു പവറും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുവാൻ ആസ് ഇറ്റ് ഈസ് പവർ ഇല്ല. അതിനാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഉള്ളത്. അങ്ങനെ പരാതിയുള്ളവർ എന്ത് ചെയ്യണം? അവരാദ്യമേ ചെയ്യേണ്ടത് അവരുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി SHOയ്ക്ക് ഒരു പരാതി കൊടുക്കണം. അല്ലെ പോവുക പോലും വേണ്ട, ഒരു മെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വീട്ടിൽ വന്ന് രഹസ്യമായി അവരുടെ ഐഡന്റിറ്റി പോലും വെളിവാക്കാതെ പോലീസ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. അപ്രകാരം ഒന്നും ചെയ്യാതെ മാസങ്ങളോളം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഗൂഢാലോചന നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇത് ഏത് ലോകമായിരുന്നു? എന്ത് തെളിവ് സബ്മിറ്റ് ചെയ്തുകൊണ്ടേ? എന്ത് തെളിവാ സബ്മിറ്റ്? ഈ പറഞ്ഞ അതായത് ഇപ്പൊ ഒരു പരാതി ഉണ്ടായാൽ ഞാനിപ്പോ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഞാൻ തന്നെ ആ വിവരങ്ങൾ വീഡിയോയും ഡീറ്റെയിൽസും എടുത്ത് നാട്ടുകാർക്ക് കൊടുത്തു, ബാക്കി മാധ്യമങ്ങളോട് പുറത്തു വിട്ടു.
മാധ്യമങ്ങള് ഈ പറഞ്ഞ എല്ലാ ചാനലുകളും അതാണോ ചെയ്യേണ്ടത്? ഏഷ്യാനെറ്റ് അതാണോ അടക്കം ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഒരാളോട് വിരോധമുണ്ട്, അല്ലെ എനിക്കൊരു അതേക്കുറിച്ച് പരാതി ഉണ്ടായാലും ആദ്യമേ അതിനെ നിയമപരമായിട്ട് നേരിടുന്ന വിവരം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലെ കൊടുക്കുന്നതിന് പകരം ചാനലിലൂടെ അത് അറിയിക്കുകയും നാട്ടുകാരെ മൊത്തം അറിയിക്കുകയും മാസങ്ങളോളം ആ ആരോപിക്കുന്നവൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അത്തരത്തിൽ നശിപ്പിച്ചിട്ട് പിന്നെ കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് പരാതി കൊടുക്കുകയും വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആരാ ആരാ? സുഹൃത്തെ, ഏഷ്യാനെറ്റ് അടക്കം ഈ മറ്റേ ആ ബൈറ്റ് താങ്കളുടേതാണോ എന്ന് ചോദിച്ചതിന് ഞാൻ സത്യസന്ധനാണെങ്കിൽ എനിക്ക് പറയാലോ. അല്ല, അവനോട് അവൻ കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചോ? ഈ പറയുന്ന ചോദ്യം ഈ പറഞ്ഞ എല്ലാ ശോഭകളും ചെയ്തിട്ട് അവസാനം കൊടുത്തിട്ട് രാഹുലിന്റെ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വിചാരണ ചെയ്യേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നതിന് മുമ്പല്ലേ അവൻ ചോദിക്കേണ്ടത്, ഇത് നിങ്ങളുടെയാണോ സുഹൃത്തെ, ഇതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെയാണോ അല്ലയോ എന്ന് പോലും ചോദിക്കാതെ അവന്റെ ആണെന്ന് പറഞ്ഞു. അന്നേരം അവൻ കൃത്യമായി പറഞ്ഞോണ്ടല്ലോ. എല്ലാ ചാനലുകാരും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചാനൽ. അതാ പറഞ്ഞത്. അവന് വേണമെങ്കിൽ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ പീഡനത്തിനകത്ത് കിടന്നവനും FIR ഇട്ടവനും റിമാൻഡിൽ പോയവനും വരെ ആരോപണം വന്നപ്പോൾ അവരെല്ലാം നിഷേധിച്ചു. രാഹുലിന്റെ ഏക കുഴപ്പമെന്ന് പറഞ്ഞാൽ രാഹുലിനെ കുറ്റം പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയും രാഹുലിനെതിരെ ആക്രമിക്കാൻ കാരണം രാഹുലിനെ നിഷേധിച്ചിട്ടില്ല. രാഹുൽ കൃത്യമായിട്ട് പറഞ്ഞു നിയമപരമായിട്ട് അതിനെ നേരിടാൻ കൃത്യമായി രാഹുലിനെയും നിയമപരമായിട്ടുള്ള പോരാട്ടം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാമായിരുന്നില്ലേ ഇത്? അപ്പൊ ഇപ്പോൾ എന്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഈ നാട്ടിലെ കാര്യം ഓർത്തില്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് നിങ്ങൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, വ്യാജ പരാതി കൊടുത്താൽ ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ചിട്ട് അവന്റെ പേരിൽ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ അന്നേരം ആ FIRന്റെ ബേസിൽ പോലീസിന് അവനെ പിടിച്ച് ശോഭകടി അവനെ കുറച്ച് അറസ്റ്റ് ചെയ്യാം, അവനെ നാണം കെടുത്തിക്കാം, കോടതി കൊണ്ടുപോകാം. കോടതിയുടെ വിധി വരുന്നിടം വരെ അവനെ ഇട്ട് നാണം കെടുത്തിക്കും. അതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ? ഇപ്രകാരം ഒരു വ്യാജ പരാതിയോ ഏത് പരാതി വന്നാലും ചെയ്യേണ്ടത് എന്താ? FIR രജിസ്റ്റർ ചെയ്യും, അറസ്റ്റിന് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറി നിന്നിട്ട് എന്ത് ചെയ്യും? കോടതിയെ സമീപിക്കുന്ന വക്കീൽ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷി രാജ്യമൊന്നും വിട്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്, കോടതിയിൽ സറണ്ടർ ചെയ്യാൻ റെഡിയാണ്, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം വേണം, ഇത് വ്യാജ പരാതിയാണെന്ന് ഒന്ന് പരിശോധിക്കണം, അതുകൊണ്ട് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ കോടതി എന്ത് ചെയ്യും? മുൻകൂർ ജാമ്യം അനുവദിക്കും. ആ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നവരെ മാറി നിൽക്കും. അല്ലാതെ ഇവിടെ നെഞ്ചിനും വിരിച്ച് വന്ന് നിൽക്കണോ? എന്നാണ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അതാണ് ഇവന്മാര് അന്തംഗമ്മികൾ പ്രതീക്ഷിക്കുന്നത്. അവൻ ചെയ്യേണ്ട പണി അവൻ ചെയ്തേക്കുന്നേ. അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പറവൂര് ഉണ്ടായിരുന്ന നമ്മുടെ ആ കേസ്, പറവൂരിലെ നമ്മുടെ ആ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്നിട്ട് എന്തായി അത്? ആ കേസ് എന്ത് സംഭവിച്ചു? ഷാജഹാനെ അങ്ങ് ഒലത്തെന്ന് പറഞ്ഞു വലിയ ഇതിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കോടതിയിൽ എന്ത് സംഭവിച്ചു? അത് തന്നെ ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാർ നാണം കെട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് അതാ പറഞ്ഞ. അന്നേരം നൊന്തല്ലേ? അങ്ങനെ അതാ പറഞ്ഞ. അന്നേരം അന്തംഗമ്മികൾക്ക് സ്വന്തമായിട്ട് പണി കിട്ടിയപ്പോൾ, സ്വന്തമായിട്ട് സഹാത്തിക്കിട്ട് പണി വന്നപ്പോഴത്തേക്കും അന്നേരം നൊന്തു. ഇത് നാട്ടുകാരനെ വന്നപ്പോഴത്തേക്കും വല്ലവന്റെയും അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസവും, നമ്മുടെ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോഴത്തേക്കും അയ്യോ ഏരവാദം മുഴക്കി വരികയും ചെയ്യുന്നു. അത് ശരിയാണെന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഒരു കാര്യം ചെയ്യും, എന്നെ ഈ വിളിച്ച സാധനം നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ശശിയെ വിളിച്ചിട്ട് പെണ്ണുകേസി പ്രതിയാകാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. MLA എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഒരു ആഭാസനും വ്യഭിചാരിയും, അവന്റെ പെണ്ണമ്മ എത്ര അവൻ കെട്ടി, എത്ര ഭാര്യയെ ചവിട്ടി കളഞ്ഞിട്ട് അവന്റെ ഭാര്യയൊക്കെ വന്ന് പറഞ്ഞ അതുപോലൊരു വൃത്തികെട്ടവന് ഇന്നും MLA ആയിട്ടിരിക്കുന്നു. അതുപോലെ എത്രയാണ് ആ നിയമസഭയിൽ എത്രയാണ് ഇരിക്കുന്നത്? കടകംപള്ളിയുടെ ഞാനിപ്പോൾ കണ്ടായിരുന്നു. ആ കൊട്ടത്തേങ്ങ പരുവായ കിളവന്റെ രോഗം കണ്ടായിരുന്നോ? 30 വയസ്സായ ഒരു ചെറുക്കൻ്റെ പെണ്ണിനുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ലേ? അത് പറ്റത്തില്ല. അത്രയും ഞരമ്പ് രോഗിയായ കടകംപള്ളി എവിടെ ഇരിക്കുന്നു? സ്വർണ്ണക്കൊള്ള കേസിൽ അവൻ അകത്താകുന്നു, അറസ്റ്റിലേക്ക് വരുന്നുണ്ടപ്പോഴത്തേക്കും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്നതെന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാത്ത എന്തത്? ഒരു സുഹൃത്തെ, ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. 2021 ഇലക്ഷന് മുമ്പ് നമ്മുടെ സ്വർണ്ണക്കൊള്ള, മറ്റേ ഖുറാനില് മറ്റേ സ്വർണ്ണക്കടത്ത്, മറ്റേ ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം ഒരു ഇതുണ്ടായിരുന്നില്ലേ? അതെല്ലാം ഈ കേസെല്ലാം ഇത് മാനിപ്പുലേറ്റ്, അതാ പറഞ്ഞത്, ഈ കേസുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടില്ലേ? അല്ല, ഞാൻ ഈ കേസുകൾ അട്ടിമറിക്കപ്പെട്ടില്ലേ? ഈ ലാവ്ലിൻ കേസ്, അത് പറഞ്ഞേ, ലാവ്ലിൻ കേസ്. ഒരു സെക്കൻഡ് ഇലക്ഷൻ വേണ്ടല്ലോ. അന്നും നിങ്ങൾ ഇതുപോലെ ആദ്യത്തെ 2016 ആദ്യമായിട്ട്
ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഒഴിവാക്കി നിങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സരിതയുടെ അടിപ്പാവാടയായിരുന്നു അന്ന് തിരിച്ച് ഭരണം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചത്. സരിതയുടെ നിക്കറും സരിതയുടെ അടിപ്പാവാടയും കൊണ്ട് സരിതയുടെ നിക്കറും സരിതയുടെ അടിപ്പാവാടയും കൊണ്ട് നിങ്ങൾ 2016 രാധാകൃഷ്ണൻ തന്നെയാണ്, അല്ലാണ്ട് ഇവരല്ല. അതാ പറഞ്ഞേ ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയാണ്. അതാ പറഞ്ഞേ ഈ രാഹുലിന്റെ വിഷയത്തിലും ഏറ്റവും പ്രാഥമികമായിട്ട് ഇപ്പോ ഇടതുപക്ഷത്തിന് കുത്താനുള്ള കത്തിയിട്ട് കൊടുത്തതും ഈ വി.ഡി. സതീശനും ഈ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ്. അന്ന് 2016 തുടർഭരണം നഷ്ടപ്പെടുത്തിയവന്മാർ തന്നെയാണ് ഇന്നും പിണറായിയുടെ സഹായനായി വന്നത്. ഞങ്ങൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇവന്മാർ പിണറായിയുടെ അമേദ്യം തിന്നുന്നവന്മാരാണ്, പങ്കാളികളാണ്. ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കുന്നത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്നാണ്. ഇവന്മാർ പങ്കുകച്ചവടക്കാരാണ്, ഇവന്മാർ കോൺഗ്രസിന്റെ അന്തകരാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പണി ചെയ്യും. അവരെ അന്നും ഇന്നും ഒരു പാവാടയും ഒരു നിക്കറും കിട്ടിയാൽ അവന്മാർ വെറുതെ വിടത്തില്ല. അതിന്റെ ബലത്തിലാണ് ഇവന്മാർ ഭരണം പിടിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ മറ്റേ മെക്കിട്ട് കയറാൻ ഒരു മന്ത്രിയുടെ പേരിൽ ഒരു കള്ളപ്പണം, ഒരു അഴിമതി ചുമത്താൻ പറ്റുന്നില്ല. അതെങ്ങനെ ഇവര് ഭരണത്തിലിരിക്കുമ്പം ഇവര് ആഭ്യന്തരം കൈയാളുമ്പോൾ എങ്ങനെ സ്വർണ്ണക്കൊള്ളക്കാരനെ പിടിച്ചത്? എന്നിട്ടും കണ്ടോ കോടതി ഇടപെട്ടിട്ട് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ടല്ല ഇപ്പൊ ഇവനെ ഈ 2 കള്ളന്മാരെയും അറസ്റ്റ് ചെയ്ത് വാസുവിനെയും പത്മകുമാറിനെയും അകർത്ത് വിട്ടത്. അല്ലെ നിങ്ങളുടെ പിണറായിയുടെ പോലീസ് ആയിരുന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? സുഹൃത്തെ, അപ്പം മറ്റേ മുരാരി ബാബു ഉണ്ട്, ജയശ്രീ ഉണ്ട്. ജയശ്രീ മുൻകൂർ ജാമ്യം എടുത്തേക്കണം. അല്ലെന്നേ, ഇടതുപക്ഷം അന്വേഷിച്ചല്ലോ, ഇത് കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചതല്ലേ? ആയിക്കോട്ടെ, സ്പെഷ്യൽ ടീം. പിന്നെ മുരാരി ബാബുവിനെ ഒന്നും അറസ്റ്റ് ചെയ്തപ്പോ ആർക്കൊരു പ്രശ്നമില്ല. ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് പ്രശ്നം. അല്ല, എല്ലാ കള്ളന്മാരും ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷം മാത്രം കള്ളന്മാരാന്നല്ല, കോൺഗ്രസിലെയും കള്ളന്മാരും ഇതെല്ലാം സംഘടിത കൊള്ളയാന്നാണ് നമ്മൾ പറയുന്നത്. ഇവനെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അതിന് ഞാനും ഇടപെടുന്നു. കാരണം ഒരേ തൂവൽ പക്ഷിയാണ്. അല്ലാതെ ഇടതുപക്ഷം മാത്രം മോശവും അവന്മാര് മാത്രം കള്ളന്മാരും ഇവന്മാര് പരിശുദ്ധന്മാരുമല്ല. അവനേക്കാളും അവന്മാരെ വിറ്റ കാശുമായിട്ട് നടക്കുന്നവന്മാരാണ് ഇവന്മാര്. ഇവന്മാര് തന്നെയാണ് ഈ രാഹുലിനെതിരെ ഈ നശിപ്പിക്കുവാൻ ഈ പണി എല്ലാം ചെയ്തു കൊടുത്തത് ഇടതുപക്ഷമല്ല. ഈ കോൺഗ്രസിലെ വി.ഡി. സതീശനും സംഘവുമാണ് ഇത് ചെയ്തേക്കുന്നത്. യൂത്ത് കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് കള്ള മറ്റേ ഇതോടുകൂടിയാണ്. അതൊക്കെ നിങ്ങളുടെ പറയുന്നതല്ലേ? എന്നിട്ട് അവനെ കണ്ടോ ഇത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ട് പിന്തുണ ആർക്കാ നിങ്ങൾ നോക്ക്. നിങ്ങൾ പിന്തുണയാണ് ആർക്കും ജനങ്ങൾ സത്യം. അവനെ പോലെ ഒരു മിടുക്കനായിട്ടുള്ളവനെ അവന്റെയൊക്കെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും ഈ അന്തംകമ്മി കൂട്ടത്തിലോ കൊങ്ങിക്കൂട്ടത്തിലോ തങ്കിക്കൂട്ടത്തിലോ ഉണ്ടോ? രാഹുലിന്റെ എതിരെ മറ്റേ കോൺഗ്രസിൽ തന്നെ അധികം ഇത് കാരണം വെച്ചാൽ ഒരുപാട് വൻപുള്ളികൾ അകത്താകുന്നുള്ള അതിനുള്ള തെളിവുകൾ രാഹുലിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു അന്തംകമ്മി ഭാഷയാ. അത് അങ്ങനെ എന്തോ പറമ്പിലൊക്കെ കുടുങ്ങും. അതാ പറഞ്ഞ ഈ ആണുങ്ങളെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആണുങ്ങളെ കാണുമ്പോ ഈ മറ്റേ പഴയ സിനിമയ്ക്കകത്ത് ശങ്കരാടി പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ശങ്കരാജിയുടെ ആ ഡയലോഗാ. മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ ഒന്നുമല്ല, ശങ്കരാജിയുടെ ആ സിനിമയുടെ പഴയ ഡയലോഗ് എടുത്തിട്ട് അതിനെയാണ് ഇവന്മാർ ഇന്ന് പിന്തുടരുന്നത്. അല്ല സുഹൃത്തെ, അവന്മാര് രാവിലെ മറ്റേ സുപ്രഭാതം ഉണ്ടല്ലോ കേൾക്കുന്നത് പോലെ ഈ ശങ്കരാടി ഈ സാധനം കേട്ടിട്ടാണ് ഇറങ്ങുന്നത്. മിടുക്കന്മാരെ ആമ്പിളാർക്കെതിരെ വല്ല പെണ്ണ് കേസോ ഉണ്ടാക്കി നാറ്റിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. പിന്നെ നമ്മുടെ ഈ ഷാഫി അന്ന് നമ്മുടെ മറ്റേ പേര് കിട്ടുന്നില്ല, അവിടെ ഉണ്ടായ ആ മൂക്കിന് പരിക്ക് കിട്ടുന്നില്ല, മൂക്കിന്റെ പാലം പൊട്ടി. കേട്ടോ, അവനെ കണ്ടോ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട പഴയ അന്തംകമ്മി SI ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇതേപോലെ പോക്സോ കേസ് അട്ടിമറിക്കാനും ഇതേപോലെ പാർട്ടിക്ക് വേണ്ടി ചെകിടി പണി മറ്റേ ചെയ്ത് പൊളിഞ്ഞ് അവസാനം അവനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തവനാണ്. അവനെ കൊണ്ടുവന്നിട്ട് അവസാനം ആരും അറിയാതെ കൊണ്ട് കൺട്രോൾ റൂം SHO ആയിട്ട് കയറ്റിട്ട് അവനെ വിട്ടല്ലേ അവനെ കൊല്ലാൻ നോക്കിയത്. പാളിയില്ലേ അവസാനം? ആയിക്കോട്ടെ, സമ്മതിച്ചു. ഷാഫിയുടെ മൂക്കിന്റെ പാലം പൊട്ടി. പക്ഷെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മറ്റേ സ്റ്റിച്ച് ഇട്ടതിന്റെയോ മറ്റേ പാലം ഓപ്പറേറ്റ് ചെയ്തതിന്റെയോ
ഒരു രേഖ പോലും ഹാജരാക്കാൻ പറഞ്ഞിട്ട് അതങ്ങനെ ആർക്കും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും മുൻപ് എന്റെ രേഖ കൊടുക്കണം. രോമം പഠിക്കാണ്ട് അല്ല അങ്ങനെയാണല്ല, നിങ്ങളുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്. നിങ്ങളുടെ സർക്കാർ വിളിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യവകുപ്പ് വിളിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഡീറ്റെയിൽസ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സർക്കാരിന് വരണ്ട കേട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാർട്ടി പ്രവർത്തനമൊന്നും അല്ല. നിങ്ങൾ പക്ഷേ പാർട്ടി പ്രവർത്തനം നല്ല ഒന്നാം തരം അന്തം കമ്പി വൈറസ് ബാധിച്ച മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പക്ഷെ ഞാൻ ഈ ഇടതുപക്ഷത്തിന്റെ ഇതിൽ നിൽക്കുന്ന, അതായത് പാർട്ടി പ്രവർത്തന പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുമില്ല. എന്നാലും എന്റെ മനസ്സിൽ അതാ പറഞ്ഞത്, നമ്മൾ അന്തം കമ്മി വൈറസ് ബാധിച്ച അന്ന് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിനൊന്നും തെറ്റൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ആശയത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയമുണ്ട്, അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ രാഹുലിന്റെ കാര്യത്തെ പറ്റി വിളിക്കാൻ വന്നത്. ഞാൻ രാഹുൽ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ഒന്നും ചെയ്തില്ല. നടു റോഡിലിട്ട് ആരെയും പിടിച്ച് ഒരു വകയും ചെയ്തില്ല. രാഹുല് ആണുങ്ങളോട് കളിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഈ പെണ്ണിനെ വെറുതെ വിടല്ലേ. ഇവളെയാണ് ചെയ്യേണ്ടത്. അവൻ മിടുക്കനായ ഒരു ചെറുക്കനാണ്. ഇങ്ങനെ എത്രയോ ആൾക്കാർ രാഷ്ട്രത്തില് തോന്നിവാസം കാണിച്ചു, അവരെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് വേട്ടയാടിയില്ലല്ലോ. വേട്ടയാടിയോ സാറേ? അത് പറ്റത്തില്ല. ഈ പെണ്ണ് എപ്പോഴും സ്വമനസ്സോടുകൂടി ഒരു ചെറുക്കൻ്റെ കൂടെ പോയേച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? അത് പീഡനമല്ലല്ലോ, അത് സ്വയം സമ്മതിച്ചു കൊടുത്തതല്ലേ. അതൊരിക്കലും പാടില്ല. രാഹുലിനെ ശിക്ഷിക്കാൻ പാടില്ല. രാഹുൽ ശരിപ്പോലും അവൻ ചെറുക്കക്കാരൻ, അവൻ വിളിച്ചു, ഇവളെന്തിനാ പോയത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭർത്താവുണ്ട്, വിവാഹം കഴിച്ചിട്ട് 1 വർഷം പോലും ആയില്ല. അപ്രകാരം സ്വന്തം ഭർത്താവിനെയും ചതിച്ച് അവസാനം കാമുകനെയും ചതിച്ച്, അന്നേരം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അല്ല അത് ഇപ്പൊ ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ വേണം ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് ഉന്തി വിട്ടിരിക്കുന്നതുമായിരിക്കും. അത് കൃത്യമല്ലേ? അത് കേക്കച്ചനാണെന്നുള്ളത് വളരെ കൃത്യമല്ലേ? അതൊക്കെ അഴുക്കനൊക്കെ വി ഡി സതീശൻ വെറും അഴുക്കന. എന്റെ പൊന്നു മോനെ, ഞാൻ എന്റെ ഒരു ചേച്ചിയുടെ മോന്റെ ഒരു കൂടൊക്കെ അറിയുന്നതുമായി കൊച്ചനെ, പക്ഷെ ഈ ടി വിയിലൊക്കെ വന്ന് കണ്ട് എനിക്കുള്ള പരിചയമുള്ള ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. എന്നാലും കാഴ്ചപ്പാടിൽ ഒരു മിടുക്കന് ഒരു നല്ല കൊച്ചനെ. അത് തന്നെയല്ല, പ്രായപൂർത്തി കഴിഞ്ഞ ഒരു പെണ്ണ് ഇവന്റെ കൂടെ സ്വമനസാലെ പോയാൽ ഒരിക്കലും അത് ബലാത്സംഗവുമല്ല പീഡനവുമല്ല ഒന്നുമല്ല. ഇത് വെറും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിന്റെ പുറകിൽ ഈ രാഷ്ട്രീയക്കാർ തന്നെ രാഹുലിന് വേണ്ടി വാദിക്കണം. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവളെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ. ശരി മോനെ, എനിക്ക് എങ്ങനെയും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. കോട്ടക്കൽ എന്താ രാഹുലിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അത് സതീശന് ഇപ്പൊ ഉള്ളതിലും ഇമേജ് ഇപ്പൊ അടിയിൽ പോകുമല്ലോ. അവനല്ലേ എന്തോ ഇമേജ് ഉള്ളത്? അല്ല, അവനൊന്നുമില്ല, അവന്റെ മണ്ഡലത്തിലും ഇല്ല, എവിടെയും കിട്ടൂല. എവിടെയും കിട്ടൂല. ഇവൻ എന്തെങ്കിലും വിലയുണ്ടോ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്? എന്താണ് സാറേ ഇവൻ എന്താണ് ചെയ്യുന്നത്? ഇവരെല്ലാരും വെറുതെ ചുമ്മാ നടക്കല്ലേ. ഇപ്പൊ രാഹുല് ഒന്നും ചെയ്യാതെ ആ ആളുകളെ മൊത്തം മുനിസിപ്പാലിറ്റിയും പിന്നെ കോർപ്പറേഷനും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോഴാണ് ഈ പിത്തിനെയും കൊണ്ടുവരുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത് മനസ്സിലായില്ല. എന്തിനാണ് ഇവര് ഇടതുവശത്തിന്റെ ഒപ്പം നിൽക്കുകയാണ് കേക്കച്ചൻ. അതാണ് ഇതിന്റെ കളി. ഇപ്പൊ പിന്നെ വേണുഗോപാലും എല്ലാരും രാഹുലിനെ കൈവിടാനുള്ള തീരുമാനമാണ്. എല്ലാരും കൈവിടാനുള്ള തീരുമാനമാണ്. കെ മുരളീധരൻ, കേക്കച്ചൻ, വേണുഗോപാല്, പിന്നാരാ ഇവനൊക്കെ ജനങ്ങൾ പട്ടിയുടെ വില പോലും നൽകുന്നുണ്ടോ? ഇവനൊക്കെ എന്തെങ്കിലും ഒരു വിലയോ എന്തെങ്കിലും ഒരു പ്രസക്തിയോ ഇന്ന് രാഷ്ട്രീയ കേരളത്തിലുണ്ടോ? ഇവനൊക്കെ ഒന്നും ചെയ്യാനില്ല. KPCC പ്രസിഡന്റിനെ ഇപ്പൊ ഇവര് തല തിരിച്ചു എന്നാ തോന്നണേ. അവനൊക്കെ ഈ സരിതാ ഗോപാലിന്റെ ചട്ടകം എന്നുള്ളതല്ലാതെ ഇവനൊക്കെ എന്തെങ്കിലും ഒരു റോളോ പ്രസക്തിയോ ഉണ്ടോ? ഒന്നുമില്ല സാറേ, ഒന്നും നടക്കില്ല. ചുമ്മാ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ നടക്കാല്ല. ഇവനൊക്കെ പ്രതിപക്ഷത്തിരുന്നിട്ട് കിട്ടുന്നതിന്റെ പങ്കും പറ്റി തിന്നുകൊണ്ട് നടക്കല്ലേ. അതിന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് രാഹുൽ എന്തിനാ ഇതിനൊക്കെ നിക്കണെന്ന്? ഇവനോ അവിടെ തനിച്ച് നിക്കട്ടെ. ഈ ഒരു 6-7 മാസം കൂടെ മിണ്ടാതിരുന്നാ മതി. പഞ്ചായത്ത് പിടിക്കാനും മുനിസിപ്പാലിറ്റി പിടിക്കാനും ഒന്നും രാഹുൽ നടക്കണ്ട. രാഹുൽ മിണ്ടാതിരിക്കട്ടെ. എന്നിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കട്ടെ. കേക്കച്ചനും നിൽക്കട്ടെ. എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയാലോ. പ്രതിപക്ഷ നേതാവിന്റെ പവർ എന്താന്നുള്ളത് കാണാം. അപ്പൊ രാഹുലിന്റെ പവർ എന്താന്നുള്ളതും കാണാം.
ഒരു 6-7 മാസം കൂടി പിന്നെ രാഹുൽ ഇങ്ങനെ നടന്നോട്ടെ. അപ്പൊ അതിന് മുമ്പായിട്ട് ഇപ്പൊ ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഇടയിലാണ് ഇവരിപ്പോ ഈ അറസ്റ്റ് ചെയ്യാൻ പോണത്. ഓ ഇമേജ് ഉയരും ഡബിളായിട്ട് ഉയരും സാറേ, ഡബിളായിട്ട് ഉയരും. എല്ലാ സ്ഥലത്തും എവിടെ നിന്നാലും യുവമാര് രാഹുലിനെ എത്രത്തോളം ക്രൂശിക്കാൻ നോക്കുന്നു അത്രത്തോളം രാഹുൽ കരുത്തനാകുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞ ഉയർന്നു വരികയല്ലേ, താഴത്തേക്ക് പോണില്ലല്ലോ. ഇവര് ചവിട്ടി ചാത്തയാണ്. പക്ഷെ ജനങ്ങൾ രാഹുലിനെ പൊക്കാണ്. കെ മുരളീധരൻ DSPക്ക് പോയിട്ട് തിരിച്ചെടുക്കാൻ കൈയും കാലും നിലം നക്കി തോറ്റിട്ടല്ലേ സാറേ വീണ്ടും വന്നത്. എന്നിട്ടല്ലേ ഇവരെടുത്തത്. അന്ന് രമേശ് ചെന്നിത്തല എടുക്കൂല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നിലം വരെ നക്കി തോറ്റിട്ടാണ് പിന്നെ കോൺഗ്രസ് എടുത്തത്, DSPക്ക് വിട്ടു. അതൊക്കെ ഇവര് മറക്കുകയാണ്. പറ്റൊരുത്തം വരുമ്പോ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവര് പെട്ടെന്ന് മറന്നു പോവാണ്. അല്ലാതെ എന്താ നമ്മളിതിനൊക്കെ പറയും സാറേ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് എന്ത് ചെയ്താലും ശരി രാഹുൽ പൊന്തിയിട്ടേ നിൽക്കുള്ളൂ, താഴ്ന്നു വരൂല. സാറിന്റെ പരമാവധി പിന്നെ ഇത് എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കും സാർ. സാറിന് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിത് തുടങ്ങിയ അന്ന് മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ. എന്നും ഞാൻ കാണലുണ്ട്. ഈ നിങ്ങളുടെ എല്ലാ ഇതും ഞാൻ കാണലുണ്ട്. ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. തിരക്കാണോ അല്ലേ എന്നുള്ള അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ രാത്രി 12 മണിക്കോ? ആ ഞാൻ ഇപ്പോഴും ഞാൻ സാറിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം വിളിച്ചതിന് സന്തോഷം. പിന്തുണ ഇതുപോലെ പോട്ടെ. ഓ എല്ലാവർക്കും പോട്ടെ. അല്ല സാറേ, ഇതെന്താന്ന് ഇപ്പം വീണ്ടും രാഹുലിന്റെ നേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം? കേക്കച്ചനും ടീമിന്റെ കളിയാണോ അല്ലെങ്കിൽ പിണറായിയും കൂട്ടറ കളിയാണോ? പിണറായിക്ക് ഒരു ബുദ്ധിമുട്ടും വിഷമവും വരുമ്പോൾ സഹായത്തിന് കേക്കച്ചനുണ്ടാവും. 2016 ഇതുപോലെ തുടർഭരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു. അന്ന് 2016 ഇന്ന് 2026 ഇതാ പിണറായിക്ക് വീണ്ടും തുടർഭരണം മുതൽക്കാൻ ഇവൻ കാണിച്ച അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യുന്ന പണിയാണോ ഈ ചെയ്യുന്നത്? അന്നേരം പറഞ്ഞില്ല എനിക്ക് ബോധ്യമുണ്ട് എന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത്. അന്നേരം ഇവന് കൃത്യമായ ബോധ്യവും അടിസ്ഥാനം ഉണ്ട്. അന്നേരം ഇവൻ ഉണ്ടാക്കിയ തേങ്ങണിയാ. അതെ, ഞാന് പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ കണ്ണൂര് മറ്റേ നവീൻ ബാബു സാറിന്റെ കേസില്ലേ, അതില് ഒരു പെൺകൊച്ചു ചെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു നിയമ വിദ്യാർത്ഥിയാ മറ്റൊന്നാണല്ലോ, എന്താണ് അഡ്വക്കറ്റ് ഞാൻ തോന്നുന്നത്. അത് പോയിട്ട് സാറിന്റെ അനിയനോട് വരെ പറയുന്നുണ്ട് നിങ്ങൾ ബോഡി ഒന്ന് പരിശോധിക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്നിട്ട് പോലും ഇവർക്കില്ലാത്ത ആ ഒരു ഇത് ഇവർ ഇപ്പൊ എന്തേ ഇങ്ങനെ കാണിക്കുന്നേന്ന്. അതാ പറഞ്ഞേ, ശബരിമല ഇത്രയും വിവാദമായ ആ കേസിലെ കൊള്ള നടത്തിയ SIT ഇവൻ കുറ്റക്കാരനാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടിട്ട് പോലും അവനെതിരെ ഒന്നും ഒരു നടപടിയോ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ സാറേ ഞാൻ ചോദിക്കുന്നേ, എന്താ ജനങ്ങള് വിഡ്ഢികളാണോ? എത്ര ആൾക്കാര് എന്തൊക്കെ മോശം പ്രവർത്തികൾ ചെയ്തിട്ട് ആ സ്വപ്ന സുരേഷ് എന്തൊക്കെ അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവള് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടോ? ആ പെങ്കൊച്ച് മുഴുവൻ കാര്യങ്ങളും തുറന്ന് വിളിച്ചു പറഞ്ഞ കേസല്ലേ. എന്നിട്ട് ഇവർക്കില്ലാത്ത ഈ പ്രശ്നം ഇവര് എവിടുന്ന ഇപ്പം വരുന്നേ? ഞാൻ എന്തൊക്കെയാ ചോദിക്കുന്നത്. ഈ ഒരു ചെറുപ്പക്കാരനെ നശിപ്പിച്ച് ഈ പാർട്ടീനെ നശിപ്പിക്കേണ്ട ഒരു പരിപാടിയിൽ ഇവര് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ശരി തന്നെ. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അവൻ മാത്രമല്ലല്ലോ, അവളും ഇല്ല അതിന്റെ അകത്ത്. ഒരു മാനവും അഭിമാനവും ഉള്ള ഒരു പെണ്ണെടുക്കുന്ന പണിയാണോ ഇത്? നോക്കണം, ഒരുത്തനെ നിയമപരമായിട്ട് വിവാഹം കഴിച്ച് 1 കൊല്ലം പോലും ആയില്ല. എന്നിട്ട് ഇവനെ തപ്പി ഇവന്റെ പുറകെ നടന്നിട്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ടാണ് ഇപ്പം അതിജീവിത. ആ ഒരു വാക്ക് പറയാൻ പാടില്ല. ആ ഒരു വാക്ക് എങ്ങനെ പറയാന്ന് വെച്ചാല്, ഇപ്പൊ അറിയാതെ ഒരു കുട്ടികൾ ഇതിലെ പോകുമ്പോ ആ കുട്ടികളെ ഒരാള് കയറി പീഡിപ്പിച്ചു കഴിഞ്ഞാല് ആ ഒരു വാക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോയി ഒരുത്തനെ പിന്നാലെ പോയി പ്രേമിച്ചിട്ട് അവന് അവിടെ കടന്നു കൊടുത്തിട്ട് പറയുന്ന പെണ്ണ് അതിജീവിത, അത് പറയാൻ അർഹതയുണ്ട് ആ വാക്കിന്. ഇതാ ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ആ 2 പിള്ളേരെ ഒന്ന് എന്റെ അടുത്തൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചതാണ്. ഈ രാഹുലിനെയും ഈ ഷാഫിനെയും ഒക്കെ. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ നല്ലൊരു പാർട്ടീനെ നിലനിർത്താൻ പറ്റിയ ഒരു യുവാക്കളാണ് ഐറ്റിങ്ങള്. ഐറ്റിങ്ങൾക്കൊക്കെ ഒരു ഭരണം, ഈ രാഹുലിനൊക്കെ ഒരു ഭരണം കിട്ടുവാണെങ്കിൽ, അവനൊക്കെ ഒരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിലേ, സത്യം പറയാന്ന് വെച്ചാല് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്ന ഒരു ഇത് ഈ നാട്ടിലുണ്ടാവും. ഇപ്പൊ പാവങ്ങൾക്ക് എന്ത് നീതിയാ സാറേ ഇവിടെ ഉള്ളത്? എന്ത് നീതിയാ ഉള്ളത്? പാർട്ടിക്കാർക്ക് വേണ്ടി വാടക കൊടുക്കുന്ന വീട്ടിന് വരെ പിന്നെ ഇത് എന്താണ് ഇവര് പൈസ പാസ്സായി കൊടുക്കുന്നതാ. പാർട്ടിക്ക് വേണ്ടി അതല്ലേ ഇവര് ചെയ്യുന്നത്. വലിയ വീടും കാര്യവും ഒക്കെ ഉള്ള അങ്ങനത്തെ കൂട്ടർ മഞ്ഞക്കാർഡ്
ഇതൊക്കെയാണ് ഉള്ളത്. ഇതൊന്നും സാറ് പുറത്ത് ഇതാക്കണ്ട, ഞാൻ സാറിനോട് പറയാ. അപ്പൊ എന്താ ഇത് സംഭവം ഇവര് കളിക്കുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാം ഭയങ്കര സങ്കടം തോന്നുന്നത്. എന്നിട്ട് ഇവർ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവസാനം ഒരു പേര് പറയും എന്തെങ്കിലും പറയുമ്പോ, അത് മോദിയാ മോദിയാ മോദിയാ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മോദിനെ എല്ലാം വെറുക്കാൻ തോന്നുന്നത് ഇയാളെയൊക്കെയാ. കാരണം എനിക്കൊക്കെ എന്താന്ന് വെച്ചാല് ഇതില് സത്യം പറയും ഇപ്പം പാർട്ടിക്കാരോട് മൊത്തം വെറുപ്പാണ് ഞങ്ങക്ക് തോന്നുന്നത്. കാര്യം പറയുന്നത് നല്ല വെറുപ്പ് തോന്നുന്നു ഞങ്ങക്ക്. ഞാൻ ആറ്റിങ്ങ എന്നൊരു സുകുമാരൻ എന്ന് പറയുന്ന ഒരാളാ. ഇങ്ങനെ ഈ വി ഡി സതീശനെ കുറിച്ച് നിങ്ങൾ ഇത്രയും വിവാദങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ഈ സാധാ ഒരു കളിക്കാൻ മാത്രമേ എനിക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ കോൺഗ്രസിനെ ഇത്രയും തരം താഴ്ത്തി ഈ വി ഡി സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഈ മറ്റേ കേന്ദ്രത്തിലെ മറ്റേ സാറുണ്ടല്ലോ, അവരെല്ലാരും കൂടി നിങ്ങൾ പക്ഷെ നമ്മളെ ഇത്രയും ഈ നമ്മളെ ഈ കോൺഗ്രസിലെ ആൾക്കാരെ അധപ്പതിക്കാനായിട്ട് നിങ്ങളെല്ലാം ഈ നമ്മളെ ഈ സാധാരണക്കാരനായ പാർട്ടിക്കാര് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മള് ഇന്നിപ്പോ നിങ്ങളെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ എത്രയും വിശ്വാസമായിട്ട് നിങ്ങളെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങളെ ഇത്രയും ഈ കോൺഗ്രസ്സുകാര് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ ഇത്രയും ഇതൊക്കെ ചെയ്യുന്നത് ഇത് എവിടെയെങ്കിലും ഒരു അറിവ് ഉണ്ടാവണ്ടേ സാറേ? അത് ഇവന്മാർക്ക് തോന്നണ്ടേ? എന്തോ ഇവന്മാർക്ക് തോന്നണ്ടേ? ഇത് ആങ്ങളെ എത്താലും നാത്തൂന്റെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ കുഴിപ്പുളവന്മാര്. എനിക്ക് ശേഷം പ്രളയം എന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവന്മാര്. അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ സാറേ? അത് കോൺഗ്രസ് പ്രവർത്തകരെ തീരുമാനിക്കണം. ഞങ്ങള് കോൺഗ്രസ്സുകാരാ. ഞാൻ എന്താ എനിക്കിപ്പോ 71 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് ഞാൻ ഈ കാലം തൊട്ട് ഇത്രയും കാലം ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഞാൻ ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിലാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മളെ കിളിമാന്റെ നിയമമണ്ഡലത്തിലായിരുന്നു, ഇപ്പൊ ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിലാണ്. അപ്പോഴും ഞങ്ങൾ ഇത്രയും കേട്ടിട്ട് എനിക്കാണെങ്കിൽ ഈ ഇത്രയും കേട്ടിട്ട് എനിക്ക് ആവേശം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആവേശം കൊള്ളുന്ന വെച്ചാൽ ഈ കോൺഗ്രസിനെ ഇത്രയും അധപ്പതിച്ച് കൊണ്ടുവരാൻ ഈ വി ഡി സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഞങ്ങളെ പൂർവ്വകാലമായിട്ട് ഈ തലേക്കുന്ന് ബഷീർ സാറൊക്കെ ഇവിടെ ഈ കിളിമാന്റെ നിയമമണ്ഡലത്തിൽ നിന്ന സമയത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ കിടന്ന് കഷ്ടപ്പെട്ട വ്യക്തികളാണ് ഞങ്ങള്. തലേക്കുന്ന് ബഷീർ സാറിനൊക്കെ. ഇപ്പം താങ്കളൊക്കെ യോജിക്കുന്നുണ്ടോ ഈ കേക്കച്ചന്റെ ഈ രാഹുലിന് ചെയ്യുന്ന ശോഭകേടിനോട് നിങ്ങളൊക്കെ യോജിക്കുന്നോ? പിന്നെ യോജിക്കാൻ ഞങ്ങൾ ജീവൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. ഇന്ന് ഈ പാർട്ടിക്ക് പ്രയോജനമുള്ളത് ഈ കേക്കച്ചനെയാണോ രാഹുലിനെ പോലെയുള്ള നേതാക്കന്മാരാണോ? രാഹുലിനെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ടത്. രാഹുലിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തിനാണ്? നിങ്ങൾ പറയും ഈ ആറ്റിങ്ങ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നമ്മൾ ജീവൻ കൊടുക്കാൻ അവിടെ അവരുടെ സമരംഭത്തിന് പോവാൻ ഞാൻ തയ്യാറാണ് സാറേ. നിങ്ങൾ പറയും നിങ്ങൾ എന്ത് പറയും, നിങ്ങൾ ഏതിരിക്കുന്നു ഞങ്ങളെ സഹായിച്ചു തന്നെ. കാര്യം വേറെ ഒന്നുമല്ല, യമനെയൊക്കെ അടിച്ച് താഴെ ഇറക്കാൻ ഞങ്ങൾ ജീവൻ കൊടുത്ത് പോകാൻ ഞങ്ങൾ തയ്യാറാ. രാഹുലിനെ നമ്മൾ കൊണ്ടുപോയി ആ കുഞ്ഞിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോയാൽ നമുക്ക് നേട്ടേ ഉള്ളൂ. ആ കുഞ്ഞിനെ നമ്മൾ മറ്റൊരു ഇതിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ വി ഡി സതീശനെ എനിക്ക് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ അറിയാം. വി ഡി സതീശനെ അവൻ ഈ കിടന്ന് കളിക്കുന്നത് അവന്റെ പാർട്ടി അവന്റെ പുറത്ത് ആളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ കളിക്കുന്നത്. ബോംബെന്നാണ് യശോധരൻ എന്റെ പേര്. യശോധരൻ 45 വർഷമായിട്ട് ബോംബെ ജീവിക്കുന്ന ആളാണ്. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഈ രാഹുലിന്റെ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? അവര് പൊട്ടത്തരം കാണിക്കുന്നു. എല്ലാം എന്തോ കോൺഗ്രസ്സുകാർ പൊട്ടത്തരം കാണിക്കുന്നു. എല്ലാം എന്താണ് കോൺഗ്രസിനകത്ത് പിടിവലിയുള്ളതിന്റെ പേരിൽ അങ്ങനെ ആ ചെറുക്കനെ ഇട്ടിട്ട് കഷ്ടപ്പെടുന്നു. എല്ലാം എന്തോ ഇപ്പൊ ഞാൻ നമ്പർ എടുത്തിട്ട് വിളിക്കുക. ഞാൻ 65 വയസ്സായ വ്യക്തിയാണ്.
സഹോദരന്റെ വീഡിയോ ഞാൻ ഡെയിലി ഞാൻ കാണാറുണ്ട്. എല്ലാം എനിക്ക് സന്തോഷമാണ്. സാറ് വിളിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ നമുക്ക് പറയാൻ പറ്റത്തില്ല സഹോദരൻ. നമ്മൾ 45 വർഷമായിട്ട് ബോംബെ ജീവിക്കുന്നതാണ്. ഇവിടെ പല പാർട്ടിക്കാരുണ്ട്. പക്ഷേ ഇത് അന്യനാട്ടിൽ വന്നവർക്കൊന്നും ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കടുംപിടുത്തം പിടിക്കുന്നവരുണ്ട്. ഞാൻ BJP ആണ്, ഞാൻ അല്ലെ കോൺഗ്രസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ഓരോ ഭാവമുള്ളവര് അവര് ആ രീതിയിൽ അവർ സംസാരിക്കും. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുലിനോട് ചെയ്തത് ശരിയാണോ കോൺഗ്രസ്സുകാരന്മാര്? ഞാൻ 100% രാഹുലിനൊപ്പമാണ്. രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേക്കച്ചനോ ആരൊക്കെ കൂടി പുള്ളിയെ ഇത് താഴോട്ട് കൊണ്ടുവരാൻ പോകുന്നു. ആ സ്ത്രീക്ക് വേറെ ഭർത്താവില്ലേ? ഇതിപ്പോ ഇവർക്ക് രാഷ്ട്രീയ വിഷയം ഇത് എവിടെയാ കിടക്കുന്നത്? ശബരിമലയിൽ ഇത്രയും കോടികൾ കള്ളത്തരങ്ങൾ നടന്ന് അതിന്റെ പുറമെ കൂടാതെ ഈ BJPക്കാരും കോൺഗ്രസ്സുകാരാണ് ഈ ചെറുക്കനെ ഇത്രയും വഷളാക്കിയത് എന്ന് കഴിഞ്ഞാൽ ഒന്ന് താഴോട്ടാക്കാനായിട്ട്. എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടി ഇവര് ശ്രമിക്കുന്നത്. അത് ഈ ആദ്യം തലപ്പേറ കൊടുക്കേണ്ടത് കേക്കച്ചനാ. കേക്കച്ചന പിന്നെ അവനിക്കിട്ടാണ് കൊടുക്കേണ്ടത്. അവനാണ് ഇതിന്റെ എല്ലാ പിന്നിലും കളിക്കുന്നവന്. കേക്കച്ചൻ നല്ലതാണെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല. കേക്കച്ചനല്ലേ ഇന്നൊരു പ്രതിപക്ഷം. എന്തെങ്കിലും ഒരു കാര്യത്തിന് കേക്കച്ചൻ പ്രതികരിക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് ഭരണപക്ഷം ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെറ്റിന് കേക്കച്ചൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? കേക്കച്ചന് കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് 2 ഇതാക്കിയിട്ട് അവിടെ നിർത്തും. അതല്ലാണ്ട് അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? നേരെ മറിച്ച് ഇപ്പം കോൺഗ്രസിന്റെ ഭരണമാണെങ്കിൽ ഇടതുപക്ഷം എന്തുമാത്രം കാര്യം പ്രതികരിക്കും. എന്തെങ്കിലും ഒന്നുണ്ടോ പ്രതികരിക്കുന്ന? ഇപ്പൊ ഈ രാഹുലിന്റെ കാര്യത്തിൽ തന്നെ പിന്നെ നല്ല രീതിക്ക് അവൻ പാലക്കാട് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ ഇവർക്കൊക്കെ അസൂയ മൂത്തിട്ടല്ലേ ഇവർ കളിക്കുന്നത്. ശരിക്കും അസൂയ മൂത്ത തന്നെയത്, വേറൊന്നുമല്ല. അസൂയ മൂത്തെന്ന് പറഞ്ഞാൽ ഇവന് നല്ല ജനപിന്തുണ അങ്ങ് കിട്ടാൻ തുടങ്ങിയപ്പോ കേക്കച്ചനങ്ങ് നൃത്തം കിട്ടുന്നില്ല. അത് തന്നെ സംഭവം ഇതിന്റെ അകത്ത്, വേറൊന്നുമല്ല. നമസ്കാരം. അയാളുടെ കണ്ണിലിരിക്കുന്ന ആ വലിയ കോലെടുത്ത് മാറ്റി വെച്ച് മറ്റുള്ളവന്റെ കണ്ണിലെ കല്ലെടുക്കാൻ പറ പുള്ളിത്താനോട്. അയാളുടെ കണ്ണിന് വലിയൊരു കോലല്ലേ കുത്തിക്കേറ്റ് വെച്ചേക്കുന്നത്. എന്നിട്ട് അയാൾ മറ്റുള്ളവരുടെ കണ്ണിലിരിക്കുന്ന കല്ലെടുക്കുന്നു. നാണമില്ലേ ഇങ്ങനെ പറയും? നാണവും മാനവും അന്തസ്സും അഭിമാനമുള്ള അയാൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു. അയാൾ ആരായത്? അല്ല, അഭിമാനം വേണം. അയാൾ ചെയ്ത തെറ്റ് അയാൾ മൂടി വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ തെറ്റിനെ കുറിച്ച് അവർ പ്രസംഗിക്കുന്നത്. നാണവും മാനവും ഇല്ലാതെ ഇവിടെ നാട്ടിലെങ്ങാണ് വരുന്നവര് അങ്ങനെ പറയാൻ നേരിട്ട് പറയാൻ എനിക്ക് ഫോൺ നമ്പറും അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ 2 അങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. കേട്ടിട്ട് എനിക്ക് സഹിയാകുന്നു. എന്റെ പേര് സാവിത്രി എന്നാണ്. ഞാൻ ടീച്ചറായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇങ്ങോട്ട് പ്രതികരിക്കാനും പറ്റുന്നില്ല. സാറേ, എനിക്ക് സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് വളരെ യോജിപ്പാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഇതിന്റെ രാഷ്ട്രീയമൊന്നുമല്ല. എനിക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആരുടെ കൂടെയും ഞാൻ സഹകരിക്കും. എനിക്ക് അവിടെ രാഷ്ട്രീയമില്ല. ഈ സത്യസന്ധമായ കാര്യങ്ങൾക്ക് എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കും. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്ന് പറയും. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. എന്നാലും അതല്ല ഞാൻ പറയാൻ കാര്യം. ഈ രാഹുലിന്റെ ചർച്ചയും കാര്യങ്ങളും എല്ലാം ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് ഇപ്പം വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, ഇവന് രാഹുലിനെതിരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഈ ഓരോ ഡിവൈഎഫ്ഐക്കാരന്റെയും അല്ലെങ്കിൽ ബ്രാഞ്ച് SFI-കാരുടെ മുതൽ ഏരിയ സെക്രട്ടറിമാരുടെ വരെ മൊബൈൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കുമാരൊന്നും ഒരു 100 കൊല്ലത്തേക്ക് വെളിയിറങ്ങത്തില്ല. അല്ല, അതെല്ലാം പോട്ടെ. ഇവനെ നശിപ്പിക്കാൻ ഇതിനെല്ലാം ആസൂത്രണം ചെയ്ത ഈ കേക്കച്ചനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ മോശം. അടുത്ത ഇലക്ഷന് അവൻ തോറ്റുപോകണം. ബാക്കി എല്ലാവരും ജയിക്കണം, അവൻ തോറ്റുപോകണം. ഹലോ സാറേ, ഞാൻ പാലായിന്ന. അങ്ങനെ തന്നെ പറയണം. തന്നെ പോലെയുള്ളവരെ ഉള്ളൂ ഇങ്ങനെ തന്നെ കാട്ട് പറയുന്നു. കണ്ണിക്ക് കപ്പിച്ചായാലും താഴെ പറഞ്ഞ 100% ഞാൻ ശരി പറ്റുന്നു. ഇതെല്ലാം ഒപ്പിച്ചു വെച്ച് ആസൂത്രണം ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് കേക്കച്ചൻ പമ്മിയിരിക്കുന്നത് കണ്ടോ? എന്ത് തോന്നുന്നു? അതെ, കേക്കച്ചനെ ആ പമ്മി പോകുന്ന കണ്ടില്ല. അവനും പേടിയും അവനും എല്ലാം. മറ്റേ പിണറായി ഇല്ല, അവനൊരു ഊളത്തിരിയായിട്ട് അവനൊന്നും മിണ്ടിയില്ല. അവനും ഇതെല്ലാം കൂടി ഒരു ആസൂത്രണ പരിപാടിയാണ്. ആ പാവം പയ്യനെ ഇട്ട് ചെന്നിത്തരേനും ജഗദീശനും മറ്റേ ഗോപാലനും ഇങ്ങിനിക്കുട്ടനും ഇപ്പൊ കൂടിയാൽ കൂടെ
ഈ 4 ഈ കോൺഗ്രസിലുള്ളിടത്തോളം കാലം രക്ഷപ്പെടുകയില്ല. അടുത്ത തവണ ഒന്നും ഭരണം കിട്ടിയാലേ ഈ രീതിയിൽ പോയാൽ ഉറപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഇവന്മാർ പറയും രാഹുലിന്റെ തലയിൽ അവൻ കാരണം ഇപ്പൊ ഈ വിഷയം ഉണ്ടാക്കിയതുകൊണ്ടാണെന്നും പറഞ്ഞേ അതിന് തടി ഒരു കാരണം ഇപ്പൊ ഇവന്മാർക്ക് കിട്ടി. ഏതായാലും ഇവന്മാരെ അടിയെ പൊട്ടിക്കണമെന്ന് എല്ലായിടത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന കൃത്യമായ മറുപടി എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ലേ? മുഴുവൻ തോൽപ്പിക്കുക. അതെ, ഞങ്ങളിവിടെ കുറെ കോൺഗ്രസ് ഇവിടെയുള്ള കോൺഗ്രസ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞാൻ തോമസ് ജേക്കബ് ഫ്രം ചെന്നൈ. ഞാൻ നിങ്ങളുടെ ചാനലിൽ മിക്കവാറും കാണാറുള്ള ആളാണ്. അത് മാത്രമല്ല ഞാൻ നാട്ടിലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നതിനകത്ത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു കേരള സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ ആളായിരുന്നു. യൂത്ത് ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ അവിടെ വളരെ താല്പര്യത്തിലുണ്ടായിരുന്ന ആളാണ്. ഈ നാറിത്തെണ്ടി പിണറായിയുടെ അടുത്ത സരിതയാണോ ഇവൾ ഈ വന്നിരിക്കുന്നത്? ഇത്ര നാൾ വരെ അവൾ അവിടെ വെച്ചോണ്ട് അതിരുന്നതിന്റെ കണക്കിനതിന് അവളും അവിടെ ഭർത്താവും കൂടെ ആലോചിച്ച് കാണും പണം കിട്ടുന്നെങ്കിൽ നമ്മുടെ മാനം എന്തായാലും പ്രശ്നമല്ലെന്ന്. ഇങ്ങനെ ഇതിനെല്ലാം പുറകെ നടക്കുന്ന വി.ഡി. സതീശനെ പോലുള്ള വെറും തെണ്ടികൾ എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ തെണ്ടികൾ. ഇവനൊക്കെ തെണ്ടി തിന്നൂടെ ഇതിനേക്കാളും തന്നെ. ഇവനൊക്കെ എന്ത് കണ്ടോണ്ടായിരിക്കുന്നു ഒരു പ്രസ്ഥാനത്തിനെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലനിന്ന എല്ലാരെയും കണക്കിനാണ്. ഇന്ദിരാഗാന്ധിയെ ബലി കൊടുത്തു, രാജീവ് ഗാന്ധിനെ ബലി കൊടുത്തു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ അവര് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇവന്മാരെല്ലാവരും ഓരോരുത്തരെയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പി.സി. ചാക്കോ എങ്ങോട്ട് പോയി, ടോം വടക്കൻ എങ്ങോട്ട് പോയി, അന്തോണിച്ചാച്ചന്റെ മകൻ എങ്ങോട്ട് പോയി? ഇവനെല്ലാം തിന്നു കൊഴുത്ത നിണം തുണ്ണികളാണ്, ചോര ഊറ്റി കുടിക്കുന്ന അട്ടപ്പൂച്ചികൾ. ഇതിലൊരുത്തരാണ് മെയിൻ അട്ടംപൂച്ചിയാണ് ഇവൻ വി.ഡി. സതീശൻ. ഇവനെ എല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത് നടത്തിയത് എവിടെ കോൺഗ്രസ് ഉണ്ടാവും? ഈ കള്ളൻ പിണറി പിണമെന്ന് പറഞ്ഞാൽ ശവം വിജയ് എന്താ ഉള്ളത്? എത്രയോ ബെറ്റർ ആയിരുന്നു BS. ഞാനും അയാളൊക്കെ ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. തണ്ണീർമുക്കം ബണ്ടിന് വേണ്ടിയിട്ട് ഞാൻ കർഷക പ്രതിനിധിയായിട്ടും അയാൾ കർഷക തൊഴിലാളിയുടെ പ്രതിനിധിയായിട്ടും ഒക്കെ ഞാൻ 2 പ്രാവശ്യം ജയിലിൽ അയാളുടെ കൂടെ കിടന്നിട്ടുണ്ട്. അയാൾക്ക് എത്ര വളരെ ഡീസന്റ് ഫെലോ. പക്ഷെ ഇവനെ പോലെ ചെറ്റവിളിയെ ഈ ലോകത്ത് വേറെ എവിടെയും കാണാനില്ല. ആദങ്ങൾ കൊണ്ട് പറയാ വളർന്നു വരുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഡിബേറ്റ് ചെയ്ത് അവന്റെയൊക്കെ നാക്കടയ്ക്കുന്ന മൂക്കടയ്ക്കുന്നവനെ ഇല്ലാതാക്കി തീർക്കുക. നമുക്കിനിപ്പോ ഇതിനെ എന്താ ചെയ്യാൻ പറ്റുക? പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സകല ആസൂത്രണം നടത്തി ഇതുപോലുള്ള ഇരുത്തി ഈ പിണറായി വിജയനെ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ കേക്കച്ചൻ എന്ന് പറയുന്ന പന്നൻ പമ്മി ഇരിക്കുകയാണ് വീട്ടിൽ. അതെ, അവനാണല്ലോ. അല്ലെങ്കിൽ ഇന്നലത്തെ ഡിബേറ്റില് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു സനോജ് എന്ന് പറയുന്നവൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണോ അവന്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെ അവൻ ഒന്നുമില്ലാതാക്കിയില്ലേ എന്ന് പറയുമ്പോൾ ദ മോട്ടീവ് ഈസ് വെരി ക്ലിയർ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചവച്ചു തുപ്പുന്നതെന്നുള്ളത്. പക്ഷേ BJP-ക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനൊക്കെ വാസ്തവത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഞാനൊക്കെ ഇവിടെ വന്ന് ചെന്നൈയിലൊക്കെ സെറ്റിൽ ആയിട്ട് 49 കൊല്ലമായി. പക്ഷേ ഈസ് വെരി ഡീസന്റ്. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ വെരി ഓപ്പൺ. പക്ഷേ അയാളുടെ തണലിൽ കൂടി തണ്ടി പല കാര്യങ്ങളും സാധിക്കുന്നുണ്ട് പിണറായി വിജയൻ ആ അലയൻസിന്റെ ഇത് വെച്ചോണ്ട്. ഹലോ, പാലക്കാട് മണ്ണാർക്കാട്ടുനിന്ന് മുഹമ്മദ് ബാപ്പുവാണ്. കേക്കച്ചനും മറ്റേ രാജമോഹൻ ഉണ്ണിത്താന്ന് വല്ലാതെ തിളക്കുന്നുണ്ട്. രാജമോഹൻ ഉണ്ണിത്താന്റെ ആ ഇതൊന്നും നിങ്ങൾക്ക് ദിവസം ഒരു 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ഇടുകയാണെങ്കിൽ നല്ലത്. 2 നേരം ആ കോഴിക്കോട്ടുനിന്ന് പിന്നെ വേറൊരാള ഊരിയുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ 71 വയസ്സായി. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. 4ാം ക്ലാസ് പഠിക്കുമ്പോ ആ കാലത്ത് ഇവിടെ വലിയ രാഷ്ട്രീയം ആർക്കില്ല. പക്ഷെ എനിക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പോ അതിന് തന്റേടമുള്ളൊരു മറുപടി നിങ്ങൾ കൊടുക്കണം. അതൊന്ന് പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. ചെറ്റകളെ ഇപ്പൊ കിങ്ങിണിക്കുട്ടിനെ ഇങ്ങനെ ചാഞ്ഞിക്കണം. നമ്മൾ എത്രയോ തവണ ഇവന്മാരുടെ 2 പേരുടെയും ഐ ടി ന്യൂസിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ആ രാജമോഹൻ ഉണ്ണിത്താന്റെ പിന്നെ നല്ല ക്ലിയർ ആയിട്ടാ പോക്കുന്ന പിന്നെ രാവിലെ പിന്നെ 4 മണിക്കും പ്രദർശിപ്പിക്കും. അത് ജനങ്ങൾ കാണട്ടെ. ചെറ്റകള് 2 ചെറ്റകള്
ഇപ്പൊ 4 ചർച്ചകൾ ഒരുമിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രകാരം അതിൽ പ്രചാരണം ചെയ്യണം. അതാണ് നമുക്ക് പറയാനുള്ളത്. മുഹമ്മദ് ബാപ്പു അടുത്തനാട്ടുകര. കേക്കച്ചന്റെ അവസ്ഥ ഇനി എന്താവും? അലവലാദിനെ ഓന്തപ്പം കടന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞില്ലേ, വലിയ കേസ് കൊടുത്തവന്മാര് നായിന്റെ മുഖം കാണുന്ന വെറുപ്പാണ്. എന്താ പറയാ, ചെറ്റകള് 4 ചെറ്റകൾ ഇപ്പൊ ആ മുരളി ഒന്നിനും പെടാതെ കളിക്കുന്ന ഓനും ചെറ്റത്തരത്തിന് ഇറങ്ങി. ഈ കേക്കച്ചന്റെ പിന്നാലെ ഇറങ്ങിയ ഓന് ലാസ്റ്റ് കോണം തിരുമ്പേണ്ടി വരും. സതീശൻ അതാണ് ആള്. സാറേ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം എന്തോ സാറേ ഇങ്ങനൊക്കെ കിടന്ന് കാണിക്കുന്ന ഇവര്? ഒരു തെളിവോ ഒന്നുമില്ലാതെ ഇവരിങ്ങനെ കാണിക്കുന്നതിന്റെ കാര്യം എന്തോ സാറേ? ഇത് കൃത്യമായ ആസൂത്രണമാണ് ഇന്നലെ കൊണ്ട് ഇത് പരാതി വന്നത് നന്നായില്ലേ? കാരണം ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ പരാതിക്കാരി ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒരു വിവാഹിത ഒരു യുവതിയാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇവര് ചേർന്നുള്ള ഒത്തുകളിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് ഗൂഢാലോചന നടത്തി അവിടെ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകത്തില്ലേ? ആളുകൾക്ക് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ പ്രാവശ്യം കോൺഗ്രസേ വിജയിക്കത്തുള്ളൂ. ഞങ്ങളിവിടെ എല്ലാം കോൺഗ്രസ്സാ സാറേ. ഞങ്ങൾ അവനെ ഓർത്താ കോൺഗ്രസ് എല്ലാം. പക്ഷെ കോൺഗ്രസ് ഇവന്മാരെ നിങ്ങൾക്ക് വിജയിപ്പിക്കണോ? കാരണം ഈ രാഹുലിനെ ഇല്ലായ്മ ചെയ്യുന്ന ഇവന്മാരെ സാറേ, അപ്പൊ അവന്റെ പാർട്ടിയിൽ അവനെയാ താക്കേണ്ടത് നമ്മള്. ആരെയാ? നമ്മളാ VD സതീശനെ. അവൻ ഇരിക്കുന്ന വാർഡിൽ അവനെ താക്കണം. പിന്നിപ്പൊ നമ്മൾ ഏത് പാർട്ടിക്കാ ചെയ്യുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് കയറിയ അളിഞ്ഞ കമ്മ്യൂണിസ്റ്റാ. അവനും അവർക്ക് ഒട്ടും കൊടുക്കത്തില്ല. പിന്നെ BJP അല്ലേ അന്തവാ അവനല്ലേ കൂടുതൽ കിടന്ന് ചാടുന്നത് അല്ലേ? നമുക്ക് ഒരു തരവും പറ്റാത്ത ഒരവസ്ഥയാ നമുക്ക്. എന്തോ ചെയ്യും സാറേ ഇത്? എന്തുവാ നമ്മൾ ചെയ്യുന്നത്? ഇത് ഈ തിരുവനന്തപുരത്ത്, അതായത് രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഈ 3 സ്ഥലങ്ങളില്, അതായത് ഈ കേക്കച്ചന്റെ എറണാകുളം, അതുപോലെ നമ്മുടെ ഉസ്മാൻ രമേശിന്റെ മേഖല, അതുപോലെ K മുരളീധരൻ തിരുവനന്തപുരം, ഈ 3 സ്ഥലങ്ങളിൽ യുവമാർക്ക് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിക്കുക. യുവമാർക്കുള്ള മറുപടി അതായിരിക്കട്ടെ ജനങ്ങളുടെ പ്രതിഷേധം. അതാ അവിടെ കൊടുക്കരുത്, അവിടെ ഒരിക്കലും കൊടുക്കരുത്. ഞാൻ ഇന്നലെ വർമ്മ സാറിനോട് വിളിച്ചു പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പറയാവുന്നതിന്റെ പരമാവധി പറയുന്നുണ്ട്, എന്തോ ചെയ്യാനാന്നാ വർമ്മ സാറ് ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ വിജയൻ ചേട്ടന്റെ നാട്ടുകാരനാ രമേശ് ചെന്നിത്തല. ഞാൻ വിജയൻ ചേട്ടനോട് പറഞ്ഞു, വിജയൻ ചേട്ടൻ ഒന്ന് വിളിച്ചു പറയണേ ഈ രമേശ് ചെന്നിത്തലയോടൊന്ന്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ ഇവനെ ക്രൂശിക്കാനും ഇവനെ തള്ളിപ്പറയാനും ഇവന്മാർ ആർജവം കാണിക്കുമ്പോൾ ഇവന്മാരാരാ നോർത്ത് നോക്കി? ഇവന്മാരുടെ ലക്ഷ്യം എന്താ? എനിക്ക് പക്ഷെ ചാനലിനകത്ത് കയറി എനിക്കിങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് അതുകൊണ്ടല്ല ഞാൻ അതിനകത്ത് കയറി ഞാൻ കുറെ അങ്ങ് പറഞ്ഞേനേമായിരുന്നു ഇവന്മാര്. ശരിക്കും ഞാൻ പറഞ്ഞേനെ. നിങ്ങളുടെ പാർട്ടിയിൽ ആ മുകേഷിനെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നിറക്ക്, അതൊക്കെ ഒന്ന് കാണീരേ, അതിന്റെയൊക്കെ ഒന്ന് തെളിവെടുപ്പേ, എടുത്തിട്ട് ഇവനെ എടുക്കട്ടെ. അതല്ലേ നല്ലത്. ഈ കൊച്ചി ചെറുക്കനോട് ഇവന്മാർക്ക് എന്നാ വൈരാഗ്യമായി ഇവന്മാർക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കുക, അവന് ദുർബുദ്ധികളൊന്നും തോന്നിക്കരുതേ ഭഗവാനെ എന്ന്. സത്യം ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയാണോ ഈ ഉണ്ടാക്കിയേക്കുന്നത്? അയ്യോ എന്തുവാ ഇത്? ഒരു കുഞ്ഞിനായിട്ട് എന്ത് ദൈവമേ. അയ്യപ്പൻ ഇത് ശബരിമലക്കുള്ള ഈ കൊച്ചു പോയപ്പോഴാ ഇത് തെളിയിച്ചത്. അയ്യപ്പൻ ഇവർക്ക് തിരിച്ചടി കൊടുക്കണേന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സത്യം ഞാൻ പറയാം, കണ്ണുനീരോടെയാ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെല്ലാരും. അയ്യോ എന്തോ രാഹുലീശ്വറാ നല്ല ചെറുക്കൻ, അവനെ ഉള്ളു വാദിക്കുന്നത്. അവനെ കാത്തുകെട്ടാ നോക്കുവല്ലേ ഇവന്മാര് അല്ലേ? ഇന്നലെ ഒരു ചാനലിൽ അവൻ പറയുന്നത് കേട്ടു, രാഹുലീശ്വരൻ എന്നാന്ന് ഇത്ര വലിയ കുഴപ്പമെന്ന്. അവനൊരു നല്ല ചെറുക്കനായതുകൊണ്ട് അവന് കുഴപ്പം. അവൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരികയായിരുന്നു പറഞ്ഞു. അറിയാമോ? ശോ, എങ്ങനെയാ സാറേ അവനെ ഒന്ന് പിടിപ്പിക്കാതെ അവനൊന്ന് ജാമ്യത്തിൽ എടുത്തിട്ട് അവന് ഇതിന്റെ കേസ് ഒന്ന് തെളിയിച്ചാ മതിയായിരുന്നു. അത് തെളിയിപ്പൊ കണ്ടില്ലേ? യുവമാരായിട്ട് തന്നെ യുവമാരുടെ കുഴിവെട്ടി. രാഹുൽ കോടതി അത് കൃത്യമായിട്ട് നിരീക്ഷിക്കും. ഇത് ആസൂത്രണമാണ്, ഇത് രാഷ്ട്രീയ പഴപ്പോക്കലാണ്, ഇതിന്റെ പിന്നിൽ ഈ യുവമാരാണ്, ഈ മ്ലേച്ഛന്മാരാണെന്നുള്ള സത്യം തെളിയും. രാഹുലിന് ഒന്നും സംഭവിക്കത്തില്ല. രാഹുൽ കൂടുതൽ കരുത്തരായി വരത്തേ ഉള്ളൂ. ഇത് ഒരു കണക്കിന് നന്നായി. ഇത് രാഹുലിന് കൂടുതൽ കരുത്ത് വരും, അവനെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കത്തേ ഉള്ളൂ. അന്നേരം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ധൈര്യമായിട്ട് രാഹുലിന്റെ ഈ വിഷയത്തില്. ഞങ്ങള് കണ്ണുനീര് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങള് കണ്ണുനീര് ഒത്തിരി LDF തിരിഞ്ഞു സാറേ, ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നു. ഇപ്പം കോൺഗ്രസ്, ഞങ്ങളുടെ ഇവിടെ കോൺഗ്രസിനെ കൊടുക്കത്തുള്ളെന്നും പറഞ്ഞ എല്ലാരും ഇരിക്കുന്നത്. നശിപ്പിച്ചില്ലേ ഇപ്പം? അതെ,
ഇവന്മാർക്ക് കിട്ടത്തില്ല. ഇവന്മാരുള്ള ചാനലിലെല്ലാം ഇവർ തോക്കുകയുള്ളൂ. ഈ LDF-കാരൊക്കെ ഓരോരുത്തർ പറയുന്ന കേൾക്കത്തില്ലയോ? ഈ സ്വർണ്ണക്കള്ള ഒളിക്കാൻ വേണ്ടി എടുത്തിട്ട പന്നിയാ ഇത്. ഇതിന്റെ പിന്നില് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ സതീശനാണ്. ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ LDF-ന് കണ്ടോ ഇവനും പിണറായി വിജയനൂടെ കൈയാണെന്ന് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത് തെളിഞ്ഞില്ല. ഇപ്പം തെളിഞ്ഞു. ഈ അവസരത്തില് LDF-നെ രക്ഷിക്കേണ്ട ഒരു ചുമതല കേക്കച്ചനായി. ഇവന്റെ ആവശ്യം എന്താ? ഈ സമയത്ത് LDF-നെ രക്ഷിക്കേണ്ടുന്ന, ശ്രദ്ധ തിരിച്ച് രക്ഷിക്കേണ്ടുന്ന ചുമതല VD സതീശൻ ഏറ്റെടുത്തു. എന്തിന്? ഞങ്ങൾ കൃത്യമായിട്ട് തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇവനും പിണറായി തമ്മിൽ അന്തർധാരയാണ്. പിണറായിക്ക് മൂന്നാമതും വരാനുള്ള അവസരം ഒരുക്കുന്നവൻ കോൺഗ്രസിലിരുന്ന് ഇവനാണെന്ന് പറഞ്ഞില്ലേ? 2016 ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തി ഇതുപോലൊരു പെണ്ണുകേസിൽപ്പെടുത്തി ഉമ്മൻചാണ്ടിയെ കുടുക്കി തുടർഭരണം ഒഴിവാക്കിയവൻ ഇവൻ വീണ്ടും ഇരിക്കുകയാണ്. ഓക്കെ, വിളിച്ചൊരു സന്തോഷമേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.